പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈദാൻ എന്ന മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 റിലീസായ സ്പോർട്സ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ് മൈദാൻ. അമിത് ശർമ്മ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗൺ, പ്രിയാമണി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരുന്ന എസ്.എ. റഹീമിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. 1950 to 60 കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് നൽകിയ സംഭാവനകളും 1962 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലേക്ക് നയിച്ച യാത്രകളുമൊക്കെയായി എസ്.എ. റഹീമിൻ്റെ ജീവിത കഥകളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. മൈദാൻ എന്ന ഹിന്ദി സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗ് ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബിംഗ് ഒക്കെ ലിപ്സിംഗോടെ അത്യാവശ്യം മികച്ചതായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. മലയാളം ഡബ്ബഡ് സോങ്സ് ആയാലും ഫുട്ബോൾ മാച്ചിന് വരുന്ന കമൻ്ററി ആയാലും ഒക്കെ തന്നെ ഒറിജിനലിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രമായി എത്തിയ അജയ് ദേവ്ഗൺ ഉൾപ്പെടെ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും A.R. റഹ്മാൻ ഒരുക്കിയിരിക്കുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചു നിന്നു. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതയാത്രയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമ എന്ന രീതിയിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ എസ്.എ. റഹീമിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറേ ഇവൻറ്റുകളിലൂടെയും സെക്കൻഡ് ഹാഫിൽ ഏഷ്യൻ ഗെയിംസിലേക്കുള്ള ഒരു യാത്രയുമായാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. സ്ഥിരം സ്പോർട്സ് ഡ്രാമ സിനിമകളിലൊക്കെ കാണാറുള്ള പല സംഭവങ്ങളുമൊക്കെ ഈ ചിത്രത്തിലും വന്നു പോകുന്നുണ്ട് എങ്കിലും ആ ഒരു സ്റ്റോറിയെ അത്യാവശ്യം നല്ല ഇമോഷണൽ കണക്ഷനോടെയും ഫീലോടെയും എൻഗേജിംഗ് ആയി തന്നെ കഥ പറഞ്ഞു കൊണ്ടുപോകാനായി സംവിധായകന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് സിനിമയിലുടനീളം വന്നു പോകുന്ന ഫുട്ബോൾ മാച്ചുകളൊക്കെ തന്നെയാണ്. എല്ലാം തന്നെ മേക്കിങ്ങിലൂടെയൊക്കെ മികച്ച രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സീനുകളെയും അധികം ലെങ്തിയാക്കി കൊണ്ടുപോകാതെ കഥ പറഞ്ഞു പോകുന്ന രീതിയുമൊക്കെ കൊള്ളാമായിരുന്നു. മേക്കിംഗ് കൊണ്ടായാലും പെർഫോമൻസുകൾ കൊണ്ടായാലും ഒക്കെ തന്നെ ഈ അടുത്ത് വന്ന ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമ സിനിമകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നീതി പുലർത്തിയതും രസകരമായതുമായ ഒരു സിനിമ എന്ന ഫീല് ഈ ചിത്രം സമ്മാനിക്കുന്നുണ്ട്. പിന്നെ 3 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിലും ചിലയിടത്തുമൊക്കെ ചെറിയ ഒരു സ്ലോനെസ് ഒക്കെ തോന്നി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ സ്പോർട്സ് ഡ്രാമ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു നൈസ് വാച്ചബിൾ ഹിന്ദി മൂവിയാണ് മൈദാൻ എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടൊക്കെ തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.